ഖത്തറിനെതിരായ ഉപരോധം അവസാനിപ്പിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിർത്തികൾ തുറന്നതിന് പിന്നാലെ ഖത്തറിന്റെ ഔദ്യോഗിക എയർലൈൻ സർവീസായ ഖത്തർ എയർവേസ് റിയാദിലേക്കുള്ള സർവീസ് പ്രഖ്യാപിച്ചു. വരുന്ന 11-നാണ് ദോഹയിൽ നിന്നും റിയാദിലേക്ക് ആദ്യ സർവീസ് പുറപ്പെടുക. സർവീസിലേക്കുള്ള ബുക്കിംഗ് ഖത്തർ എയർവേസ് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സൈഫുദ്ദീൻ PC ഉണ്ട്. സൈഫുദ്ദീൻ, എന്നാണ് ആദ്യ സർവീസ് നടക്കുന്നത്? അതിന്റെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ഉപരോധം നീങ്ങിയിരിക്കുന്നു. ഇനി ഈ 4 രാജ്യങ്ങളിലേക്ക് ഏത് രാജ്യങ്ങളിലേക്കായിരിക്കും ഖത്തർ എയർവേസിന്റെ ആദ്യ സർവീസ് പോവുക എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ഒരുപക്ഷെ ദുബായിലേക്കായിരിക്കും ഖത്തർ എയർവേസിന്റെ ആദ്യ സർവീസ് പോവുക എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നതെങ്കിൽ ഇന്ന് അപ്രതീക്ഷിതമായി ഖത്തർ എയർവേസ് ആദ്യ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് റിയാദിലേക്കാണ്. റിയാദിലേക്ക് 11-ാം തീയതി. അപ്പോൾ സൗദിയിലേക്കാണ് ഖത്തർ എയർവേസിന്റെ ആദ്യ വിമാനം ഈ 3.5 വർഷത്തിന് ശേഷം പോകാനൊരുങ്ങുന്നത്, അല്ലെങ്കിൽ യാത്ര പുനരാരംഭിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതായത് 2017 ജൂൺ മാസത്തിലാണ് ഉപരോധം പ്രഖ്യാപിക്കുന്നത്. ആ ജൂൺ മാസത്തിന് ശേഷം 2021 ജനുവരി 11-നാണ് ഇനി സൗദിയിലേക്ക് റിയാദിലേക്ക് ഖത്തർ എയർവേസിന്റെ ആദ്യത്തെ വിമാനം പറക്കാൻ ഒരുങ്ങുന്നത്. 11-ാം തീയതി ഖത്തർ സമയം ഉച്ചയ്ക്ക് 2:05 പുറപ്പെടുന്ന വിമാനം സൗദി സമയം 3:30 മണിക്കാണ് റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുക എന്നാണ് ഇപ്പോൾ ഖത്തർ എയർവേസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സർവീസിലേക്കുള്ള ബുക്കിംഗ് ഇതിനകം ഖത്തർ എയർവേസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്നായിരിക്കും ദുബൈയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുക, ബഹ്റൈനിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുക, ഒപ്പം കൈറോയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും റിയാദിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് പിന്നാലെ തന്നെ ഈ മറ്റു രാജ്യങ്ങളിലേക്കുള്ള, ഒപ്പം തന്നെ സൗദിയിലെ മറ്റു വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളും ഉടൻ തന്നെ ആരംഭിച്ചേക്കുമെന്ന് ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. എന്തായാലും വലിയ ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ യാത്രക്കാരുള്ളത്. എന്നാൽ ഏതൊക്കെ തരത്തിലുള്ള, ഇപ്പോൾ കോവിഡ് സാഹചര്യമായതിനാൽ തന്നെ യാത്രയ്ക്ക് ഏതെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ബുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോവിഡ് സാഹചര്യത്തിൽ ഇപ്പോൾ സൗദിയിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, അതായത് യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ അതൊക്കെ തന്നെയായിരിക്കും ഖത്തറിൽ നിന്ന് വരുന്ന ആളുകൾക്കും എന്നാണ് ഇപ്പോൾ ഖത്തർ എയർവേസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എയർപോർട്ടിൽ സൗദിയിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള, സൗദി വ്യോമയാന മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ മാത്രമേ ഇക്കാര്യത്തിൽ ദോഹയിൽ നിന്ന് വരുന്ന ആളുകൾക്കും ഉണ്ടാവൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഖത്തറിലെ സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസമാണ്. കാരണം സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഖത്തറിൽ നിന്നും ഖത്തരികൾക്ക് സൗദിയിൽ വിവാഹ ബന്ധങ്ങളും മറ്റു കുടുംബ ബന്ധങ്ങളുമുണ്ട്. അതേപോലെ തന്നെ സൗദിയിലെ പൗരന്മാർക്ക് ഖത്തറിൽ വിവാഹ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. 3.5 വർഷമായി ഇവർക്ക് നല്ല രീതിയിൽ യാത്ര സാധ്യമല്ലാത്ത രീതിയിലാണുള്ളത്. പലപ്പോഴും ഒമാനിലൂടെയും കുവൈത്തിലൂടെയും ഒക്കെ പോകേണ്ട സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ചും ഉംറക്കും ഹജ്ജിനും ഒന്നും കാര്യമായി പോകാൻ കഴിയാത്ത അവസ്ഥയും അവർക്കുണ്ടായിരുന്നു. പരിഹാരമാകും എന്നാണ് ഔദ്യോഗിക എയർലൈൻ സർവീസായ ഖത്തർ എയർവേസ് റിയാദിലേക്കുള്ള സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ട ബുക്കിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന 11-നാണ് ദോഹയിൽ നിന്നും റിയാദിലേക്കുള്ള ആദ്യ സർവീസ് പുറപ്പെടുക. സൈഫുദ്ദീൻ PC ആണ് വിവരങ്ങൾ നൽകിയത്. ഖത്തറും UAEയും തമ്മിൽ 3.5 വർഷമായി മുടങ്ങിക്കിടന്ന ഗതാഗത ബന്ധം നാളെ പുനരാരംഭിക്കും. ഇരു രാജ്യങ്ങളിലും എംബസികളുടെ പ്രവർത്തനവും ഉടൻ തുടങ്ങും. അന്താരാഷ്ട്ര കോടതികളിലും മറ്റും UAEക്കെതിരെ നൽകിയ മുഴുവൻ പരാതികളും ഖത്തർ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. MC നാസറുണ്ട് ദുബായിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ. നാസർ, ഈ 3.5 വർഷം നീണ്ട ഗതാഗത തടസ്സങ്ങളൊക്കെ ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. ഗതാഗത ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലകളിലെയും ഗതാഗതം പുനഃസ്ഥാപിക്കാനാണോ തീരുമാനമായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നൈനോ, തീർച്ചയായിട്ടും. കാരണം ഇന്നലെയായിരുന്നു UAEയുടെ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ ഗർഗാഷ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ എല്ലാ അതിർത്തി കവാടങ്ങളിലൂടെയും
പ്രവേശനം സാധ്യമാവുമെന്ന് വ്യക്തമാക്കിയത്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് UAE വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയുടെ പ്രസ്താവന പുറത്തുവന്നത്. ഇതുപ്രകാരം നാളെ മുതൽ കര, ജല, വ്യോമ അതിർത്തികളിലെ അതിർത്തികളിലൂടെയുള്ള പ്രവേശനം സുഗമമാക്കും എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചില സാങ്കേതികവും പ്രായോഗികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് വരിക. പ്രത്യേകിച്ച് ഖത്തർ എയർവേസും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള എമിറേറ്റ്സ് എയർലൈൻസ്, ഫ്ലൈ ദുബൈ ഉൾപ്പെടെയുള്ള ഖത്തറിലേക്കുള്ള സർവീസുകൾ സംബന്ധിച്ചും അതിന്റെ ബുക്കിംഗ് ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ആ പ്രക്രിയക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു കാലവിളംബം ഉണ്ടാവുക. അത് മിക്കവാറും നാളെ ഈ അതിർത്തികൾ തുറക്കുന്നതോടുകൂടി തന്നെ വിവിധ വിമാന കമ്പനികൾ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തും. ബുക്കിംഗിന്റെ പ്രക്രിയക്ക് നാളെ തന്നെ തുടക്കം കുറിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റെല്ലാ സ്വഭാവത്തിലുള്ള 2017 ജൂൺ 5 മുതലായിരുന്നു ഖത്തറിലേക്കുള്ള എല്ലാ കവാടങ്ങളും കൊട്ടിയടച്ചുകൊണ്ടുള്ള തീരുമാനം ചതുർരാജ്യങ്ങൾ കൈക്കൊണ്ടത്. അത് ജനുവരി പിന്നിട്ട 5-ാം തീയതി നടന്ന ഉച്ചകോടിയോടുകൂടി പിന്നെ ആ വിലക്കുകളൊക്കെ നീക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ നമുക്കറിയാം ഈ കോവിഡ് സാഹചര്യമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും പല രാജ്യങ്ങളിലേക്കുള്ള പിന്നെ വിമാന സർവീസുകൾക്ക് മറ്റു കൃത്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ടും ഖത്തറിന്റെ കാര്യത്തിലും ഉണ്ടാവും. എങ്കിൽ പോലും കാരണം പിന്നിട്ട 3.5 വർഷമായി തുടരുന്ന ഒരു അനിശ്ചിതത്വം അത് പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം UAE ഇന്ന് നടത്തി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ യാത്രാ തടസ്സങ്ങളോ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ട് വരുന്ന ഈ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിമാന സർവീസുകളുടെ ഒരു ക്രമീകരണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. സൗദി വ്യോമാതിർത്തിയിലൂടെ ഖത്തർ എയർവേസിന് പിന്നെ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി, ഈ ഇരു രാജ്യങ്ങളിലെ എംബസികളുടെ പ്രവർത്തനം കൂടിയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് എന്താണ്? അത് ഉടൻ തുടങ്ങാൻ തന്നെയായിരിക്കുമോ സാധ്യത? തീർച്ചയായിട്ടും അക്കാര്യത്തിലും വളരെ കൃത്യമായി തന്നെ ഒരു വിശദീകരണം UAE നൽകിയിട്ടുണ്ട്. ഒട്ടും വൈകാതെ എംബസികളുടെ പ്രവർത്തനം പുനരാരംഭിക്കും. 3.5 വർഷത്തിനിപ്പുറം പ്രായോഗികമായിട്ടുള്ള നടപടികൾ അക്കാര്യത്തിലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് രണ്ട് രാജ്യങ്ങളിലേക്കും സന്ദർശിക്കാനും അതോടൊപ്പം തന്നെ പരസ്പരം കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കാനുമുള്ള ഒരു അവസരം ലഭ്യമാവും. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ തന്നെ എംബസികളുടെ പ്രവർത്തനം തുടങ്ങും. ചരക്ക് ഗതാഗതവും, കാരണം നേരത്തെയൊക്കെ ദുബൈയിലെ ജബലലി പോർട്ടും മറ്റും പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഖത്തറിലേക്ക് ഏറ്റവും കൂടുതൽ ചരക്കിടപാടുകൾ നടന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനുള്ള വളരെ ഊർജിതമായിട്ടുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നേരത്തെയുള്ള എല്ലാ തടസ്സങ്ങളും വിലക്കുകളും നീക്കിയതോടുകൂടി ചരക്കിടപാട് മാത്രമല്ല മറ്റുള്ള സാംസ്കാരിക വിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ തീർപ്പുണ്ടാവും. എക്സ്പോ 2020യുടെ ഭാഗമായിട്ട് അതിപ്പോ ഈ വർഷം നടക്കാൻ പോവുകയാണ്. അതിലേക്ക് സ്വാഭാവികമായിട്ടും ഖത്തറിന്റെ പവലിയൻ അതിലുണ്ടാകുമെന്നൊരു സൂചനയും പുറത്തുവിടുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നിർണയത്തിലാണ് UAE ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. UAEയും തമ്മിൽ 3.5 വർഷമായി മുടങ്ങിക്കിടന്ന ഗതാഗത ബന്ധം നാളെ പുനരാരംഭിക്കുകയാണ്. MC നാസറാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഖത്തറുമായുള്ള ഭിന്നത അവസാനിക്കുകയും വാക്സിൻ വിതരണം വ്യാപകമാക്കുകയും ചെയ്തതോടെ ഏറ്റവും മികച്ച നേട്ടം പ്രതീക്ഷിച്ച് ദുബായ്. പുതിയ സാധ്യതകൾക്കൊപ്പം കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് നഗരം. വാണിജ്യ വ്യവസായം, നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ വൻ മുന്നേറ്റമാണ് UAE പ്രതീക്ഷിക്കുന്നത്. ദുബായ് എക്സ്പോയും ഖത്തറിലെ ഫിഫ ലോകകപ്പും ഒരുമിച്ച് ആഘോഷിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് അവസരം ലഭിച്ചതോടെ 2 സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സജീവമായി. ഒട്ടേറെ പദ്ധതികൾക്ക് ഇത് അവസരമൊരുക്കും. പദ്ധതികളിൽ ഇന്ത്യൻ കമ്പനികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കും. GCC, റെയിൽ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും വൈകാതെ പുനരാരംഭിച്ചേക്കുമെന്നതും ദുബായ് ഉൾപ്പെടെയുള്ള UAEക്ക് ഗുണം ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിലെ വ്യാപാര ഗതാഗത രംഗത്ത് വൻ മുന്നേറ്റമാകും രൂപപ്പെടുക. കുവൈത്ത് തീരത്തു നിന്നാരംഭിച്ച് സൌദി, UAE വഴി ഒമാനിലെത്തി അവിടെ നിന്ന് ഇതര മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതാണ് GCC റെയിൽ പദ്ധതി. ഇതോടൊപ്പം UAEയുടെ ഇത്തിഹാദ് റെയിൽ പദ്ധതിയുടെ നിർമ്മാണം വടക്കൻ എമിറേറ്റുകളിലേക്ക് പുരോഗമിക്കുന്നതും ദുബായ് കേന്ദ്രമായ സ്ഥാപനങ്ങൾക്ക് ഉണർവ് പകരും. ചരക്കുനീക്കം പുനരാരംഭിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്കും പ്രതീക്ഷ പകരും. വിവിധ മേഖലകൾക്ക് ഇളവ് നൽകി 31.5 കോടി ദിർഹത്തിന്റെ ഉത്തേജക പദ്ധതി കൂടി ദുബായ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ പദ്ധതികൾക്കുള്ള മൊത്തം തുക 710 കോടി ദിർഹമായി. ഹോട്ടലുകൾക്കും വാണിജ്യ വ്യവസായ മേഖലയ്ക്കും കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ടൂറിസം രംഗത്ത് വലിയ നേട്ടമാകും. മീഡിയ 1 ദുബായ്. അതിർത്തികൾ തുറന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വേഗത്തിൽ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സൌദി ഖത്തർ ബിസിനസ് കൌൺസിൽ. ഉഭയകക്ഷി വ്യാപാരം പുനരാരംഭിക്കുന്നത് 2 രാജ്യങ്ങൾക്കും മേഖലയ്ക്കും ഗുണം ചെയ്യും. 700 കോടിയിലേറെ റിയാലിന്റെ കച്ചവടമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അവസാനമുണ്ടായിരുന്നത്.
ഖത്തറുമായുള്ള വ്യോമ, കര, സമുദ്ര അതിർത്തികൾ സൗദി തുറന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി വ്യാപാരം വേഗത്തിൽ തുടങ്ങുവാനുള്ള നീക്കം. ഇതിനായി സൗദി ഖത്തർ ബിസിനസ് കൌൺസിൽ സജീവമാക്കും. ഉഭയകക്ഷി വ്യാപാരം പുനരാരംഭിക്കുന്നത് രണ്ടു രാജ്യങ്ങൾക്കും മേഖലയ്ക്കും തന്നെ ഗുണം ചെയ്യും. 2017 സൗദി ഖത്തർ വ്യാപാരം 700 കോടിയിലേറെ റിയാലിലായിരുന്നു. ഇതിൽ 85% ഖത്തറിലേക്കുള്ള സൗദി കയറ്റുമതിയാണ്. അനുരഞ്ജന തീരുമാനം ഗൾഫ് ഐക്യം ശക്തിപ്പെടുത്തും. ഒപ്പം ഖത്തറിലെയും സൗദിയിലെയും വ്യാപാരികൾക്കും നിക്ഷേപകർക്കും പുതിയ നീക്കങ്ങൾ ഗുണകരമാവുകയും ചെയ്യും. സൗദിക്കും ഖത്തറിനുമിടയിലെ വ്യാപാരത്തിന്റെ മുഖ്യപാത സെൽവ അതിർത്തിയാണ്. കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസ വഴിയാണ് ഇവിടേക്കുള്ള പ്രധാന മാർഗം. പെട്രോ കെമിക്കൽസ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, നിർമ്മാണ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, പഴവർഗ്ഗങ്ങൾ, കന്നുകാലികൾ എന്നിവ അടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും സൗദിയിൽ നിന്ന് ഖത്തർ നേരത്തെ ഇറക്കുമതി ചെയ്തിരുന്നു. തിരിച്ചും വ്യാപാര ബന്ധമുണ്ടായി. സെൽവ അതിർത്തി വഴി പ്രതിവർഷം 3.5 ലക്ഷം ചരക്കു വാഹനങ്ങളാണ് ഉപരോധത്തിനു മുന്നേ കടന്നുപോയിരുന്നത്. പുതിയ സാഹചര്യത്തിൽ വ്യാപാര ബന്ധം ഊഷ്മളമാകുമെന്നാണ് പ്രതീക്ഷ. ഇതിന്റെ ഗുണം പ്രവാസികൾക്കും ലഭിക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. കോവിഡിനെ തുടർന്ന് അടച്ചിട്ട സൗദിയുടെ എല്ലാ അതിർത്തികളും പൂർണ്ണമായും മാർച്ച് 31 തുറക്കും. ഇന്ത്യ അടക്കം മുഴുവൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അന്നു മുതൽ സൗദിയിലേക്ക് നേരിട്ട് വരാം. വിദേശ വിമാനങ്ങൾക്കുമുള്ള വിലക്ക് നീക്കിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അഫ്താബ് റഹ്മാനുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. അഫ്താബ്, മാർച്ച് 31 തന്നെ എല്ലാ അതിർത്തികളും സൗദി തുറക്കുമോ? നെയ്നു, തീർച്ചയായും. കാരണം കൃത്യം ഒരു വർഷം, കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലായിരുന്നു സൗദിയിൽ കൂടുതൽ കോവിഡിന്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നത്. കൃത്യം ഒരു വർഷം പൂർത്തിയാകുന്ന മുറക്ക് എങ്ങനെയാണോ കോവിഡിന് മുന്നേ സൗദി അറേബ്യ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സൗദിയിലേക്ക് എന്നായിരിക്കും നേരിട്ട് വിമാനം ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ തീയതി. കാരണം ഇതുവരെ സൗദിയിലേക്ക് ഇന്ത്യയിലും നേരിട്ട് വിമാന സർവീസ് ഇല്ല. കാരണം പ്രവാസികൾ സൗദിയിലേക്ക് മടങ്ങി വരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് മറ്റൊരു രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈനിൽ ഇരുന്ന ശേഷം മാത്രമാണ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി സൗദിയിലേക്ക് എത്താൻ നിലവിൽ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നേരിട്ടുള്ള ഒരു വിമാന സർവീസിന് ഇനി മറിച്ചൊരു സാധ്യതയുള്ളത് എയർ ബബിൾ കരാർ മാത്രമാണ്. അതായത് എംബസിയുമായി സഹകരിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം പൂർത്തിയാകുന്ന എയർ ബബിൾ കരാർ രൂപപ്പെട്ടാൽ മാത്രമായിരിക്കും ഇന്ത്യക്കാർക്ക് നേരിട്ട് സൗദിയിലേക്ക് മാർച്ച് 31 മുന്നേ എത്താനാവുക. അല്ലാത്ത പക്ഷം മാർച്ച് 31 മുതൽ തന്നെയാവും സൗദിയിലേക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ ഉത്തരവിറക്കിക്കൊണ്ട് സൗദി ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, രാജ്യത്ത് കോവിഡ് കേസുകൾ റെക്കോർഡ് നിരക്കിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതായത് രാജ്യത്തൊട്ടാകെ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ 100-ന് താഴെയാണ്. ഇന്നിപ്പോൾ 4 മരണങ്ങൾ മാത്രം. ഒരു ഘട്ടത്തിൽ 30-ന് മുകളിൽ പ്രതിദിന മരണനിരക്കുണ്ടായിരുന്ന സൗദിയിൽ ഇന്നിപ്പോൾ 4 മരണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തൊട്ടാകെ കോവിഡ് കേസുകൾ കുറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് കോവിഡ് വാക്സിന്റെ വിതരണമാണ്. ഇതിന്റെ 1ാം ഘട്ടം ഏതാണ്ട് 1 ലക്ഷത്തിലേറെ പേർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞു. 1.5 ലക്ഷത്തിലേക്ക് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം എത്തുകയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് വാക്സിന്റെ കൂടുതൽ വാക്സിനുകൾ രാജ്യത്ത് എത്തേണ്ടതുണ്ട്. അത് എത്തുകയും രാജ്യത്തൊട്ടാകെ കോവിഡ് വാക്സിന്റെ വിതരണം പൂർത്തിയാവുകയും ചെയ്യുന്ന ഒരു തീയതി കൂടിയായിരിക്കും മാർച്ച് 31. അതുകൊണ്ടാണ് ആ ഒരു തീയതി നിശ്ചയിച്ചത്. മാത്രവുമല്ല, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അതിർത്തികളും സൗദി മാർച്ച് 31 തുറക്കാൻ പോവുകയാണ്. ഈ കോവിഡ് സാഹചര്യത്തിൽ ആയിരുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കൃത്യം ഒരു വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിർത്തികൾ തുറക്കാനായി സൗദി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 31 തുറക്കുക. അഫ്താബ് റഹ്മാൻ തുടരുന്നുണ്ട്. അഫ്താബ്, ഈ അതിർത്തികൾ തുറക്കുകയും ഇപ്പോൾ നമുക്കറിയാം സൗദിയിൽ കോവിഡ് കേസുകളിലൊക്കെ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിർത്തികളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ടോ? നെയ്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് മാർച്ച് 31 മുന്നോടിയായി ഇത് സംബന്ധിച്ചൊരു പ്രോട്ടോകോൾ പുറത്തിറക്കും. സ്വാഭാവികമായിട്ടും നിലവിലുള്ള പ്രോട്ടോകോൾ എന്ന് പറയുന്നത് PCR ടെസ്റ്റ് നടത്തിക്കൊണ്ട് കോവിഡ് നെഗറ്റീവ് ആണെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കിക്കൊണ്ട് മാത്രമാണ് പ്രവാസികൾക്ക് മടങ്ങാനാവുന്നത്. ഏതായിരുന്നാലും കൂടുതൽ പൂർണ്ണ തോത്, അതായത് നേരത്തെ എങ്ങനെയാണോ രാജ്യം ഉണ്ടായിരുന്നത് ആ ഒരു തോതിലേക്ക് കര അതിർത്തിയും ഒപ്പം തന്നെ ജല അതിർത്തിയും ഒപ്പം തന്നെ, അതായത് കപ്പലുകൾക്കും
കരമാർഗം ചരക്കല്ലാത്ത സാധാരണ വാഹനങ്ങൾക്കും എല്ലാം പ്രവേശിക്കുന്ന തരത്തിൽ പൂർണ്ണമായിട്ടും വിപണി പഴയൊരു അവസ്ഥയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ അതിർത്തികൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഇത് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. കാരണം ഏതാണ്ട് ഒരു വർഷം നീണ്ടുനിന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് 31 ശേഷം പൂർണ്ണമായി തുറക്കുന്നതോടെ പ്രത്യേകം ടൂറിസം മേഖലകൾ, അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ഉംറ അടക്കമുള്ള ഹജ്ജ് അടക്കമുള്ള എല്ലാ മേഖലകളിലും ഇതിന്റെ ഉണർവുണ്ടാകും. ആ ഒരു തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു തീയതി കൂടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രവുമല്ല രാജ്യത്തെ ജനങ്ങൾക്ക്, സ്വദേശികൾക്ക് മാത്രമല്ല വിദേശികൾക്ക് കൂടി ഏറ്റവും ഭദ്രമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി രാജ്യത്ത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സൗദി മാർച്ച് 31 അതിരുകൾ പൂർണ്ണമായും തുറന്ന് പഴയൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ശരി, അഫ്താബ് റഹ്മാനാണ് റിയാദിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഗൾഫിൽ 10 കോവിഡ് മരണം കൂടി. ഇതോടെ മൊത്തം മരണസംഖ്യ 10,022 സൗദിയിൽ 4, UAEയിൽ 3, കുവൈത്തിൽ 2, ഖത്തറിൽ 1 മരണം. ബഹ്റൈനിൽ പുതിയതായി മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UAEയിൽ റെക്കോർഡ് കേസുകളാണ് ഇന്നും റിപ്പോർട്ട് ചെയ്തത്. മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 11,05,000 കവിഞ്ഞു. 3,000-ലേറെ പേർക്കാണ് പുതിയതായി രോഗമുക്തി. സൗദിയിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നൽകിവരുന്ന ഹെൽത്ത് പാസ്പോർട്ട് അന്താരാഷ്ട്ര യാത്രയ്ക്ക് നിർബന്ധമുള്ളതല്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ന് 97 പുതിയ കേസുകളും 171 രോഗമുക്തിയുമാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ബാധിച്ച് ഇന്ന് 4 പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിദിന രോഗനിരക്കിലും മരണനിരക്കിലും രേഖപ്പെടുത്തി വരുന്ന വൻ കുറവ് ജനങ്ങളിൽ ആശ്വാസവും അധികൃതരിൽ ആത്മസംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായി ഇന്നും മരണനിരക്കിൽ വൻ കുറവ് രേഖപ്പെടുത്തി. 4 പേരുടെ മരണം മാത്രമേ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇതുൾപ്പെടെ 6,282 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും പുതിയ കേസുകളുടെ എണ്ണം 100-ന് താഴെയെത്തി. 97 പുതിയ കേസുകളും 171 രോഗമുക്തിയുമാണ് റിപ്പോർട്ട് ചെയ്തത്. 3,63,582 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. എന്നാൽ അതിൽ 3,55,208 പേർക്കും ഭേദമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽത്ത് പാസ്പോർട്ട് 2ാമത്തെ ഡോസ് വാക്സിനും സ്വീകരിച്ച കൂടുതൽ പേർക്ക് ലഭ്യമായി. ഈ ഹെൽത്ത് പാസ്പോർട്ട് അന്താരാഷ്ട്ര യാത്രക്ക് നിർബന്ധമില്ലെന്നും എന്നാൽ ചില രാജ്യങ്ങൾ വാക്സിനേഷൻ പോലുള്ള സാഹചര്യങ്ങളിൽ ഇത് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കോവിഡ് കേസുകൾ ഉയരുന്നതിനിടെ UAEയിൽ കോവിഡ് വാക്സിനേഷൻ നടപടികൾ ഊർജിതമായി. വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 8,87,000 കടന്നു. റഷ്യയുടെ സ്പുട്നിക് വാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണത്തിനും UAEയിൽ തുടക്കമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,000-ഓളം പേർക്കാണ് UAE കോവിഡ് വാക്സിൻ നൽകിയത്. ഡിസംബറിൽ ആരംഭിച്ച വാക്സിൻ യജ്ഞത്തിന്റെ ഭാഗമായി ഇതുവരെ 8,87,696 പേർ വാക്സിൻ സ്വീകരിച്ചു. റഷ്യയുടെ സ്പുട്നിക് വാക്സിന്റെ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം അബുദാബിയിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ സന്നദ്ധരായി എത്തുന്ന 500 പേരിലാണ് റഷ്യൻ വാക്സിൻ പരീക്ഷിക്കുന്നത്. ഇവർ 18 വയസ്സ് പിന്നിട്ടവരും ആരോഗ്യമുള്ളവരുമായിരിക്കണം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മറ്റു രോഗങ്ങൾ ഉണ്ടായിരിക്കരുത്. മറ്റു വാക്സിനുകൾ കുത്തിവെക്കാത്തവരുമായിരിക്കണം. ഇന്ന് 2,950 പേർക്ക് കൂടി UAEയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 3 മരണവും സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇതോടെ 697 2,218 പേർക്ക് ഇന്ന് രോഗം ഭേദമായി. മൊത്തം രോഗബാധിതർ 2,24,704-ലെത്തിയപ്പോൾ രോഗമുക്തർ 2,13,096 നിലവിൽ 22,611 പേരാണ് കോവിഡിന് ചികിത്സയിൽ കഴിയുന്നത്. മീഡിയ 1, ദുബായ്. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ ദുബായിൽ പൂർണ്ണമായും നിർത്തലാക്കി. ഷോപ്പിംഗ് മാളുകളിൽ വയോധികർക്കും ഗർഭിണികൾക്കും പ്രവേശിക്കാമെന്ന നിർദ്ദേശമാണ് പുതിയതായി പ്രഖ്യാപിച്ചത്. മാളുകളിലെ പൊതു ഇരിപ്പിടങ്ങളും ഇനി മുതൽ സജ്ജമാവും. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ 2020 ഏപ്രിൽ മാസത്തിലായിരുന്നു കർശന നിയന്ത്രണങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ച് മാളുകളും വ്യാപാര സ്ഥാപനങ്ങളും വിനോദമേഖലകളുമെല്ലാം ദുബായിൽ അടച്ചിട്ടത്. പിന്നാലെ ഘട്ടം ഘട്ടമായി ഇളവുകൾ വരുത്തുകയായിരുന്നു. ഈ ആഴ്ചയിൽ സ്കൂളുകൾ പുനരാരംഭിച്ചതിനു പിന്നാലെയാണ് ഷോപ്പിംഗ് മാളുകളിലെ പ്രവേശനത്തിൽ ചില വിഭാഗങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം എടുത്തുകളഞ്ഞിരിക്കുന്നത്. 2020 ജൂൺ 3 മുതൽ ഷോപ്പിംഗ് മാളുകൾ തുറക്കാൻ അനുവദിച്ചിരുന്നെങ്കിലും പൊതുയിരിപ്പിടങ്ങൾ നിരോധിച്ചിരുന്നു. മാളുകളിൽ ദീർഘനേരം നടന്നതിനു ശേഷം വിശ്രമത്തിനായി ആളുകൾ
മാളുകൾ ആശ്രയിക്കുന്ന പൊതു ഇരിപ്പിടങ്ങളും ഇനി സജീവമാകും. ഷോപ്പിംഗ് മാളുകൾ പിന്തുടരേണ്ട നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതായി ദുബായ് മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യസുരക്ഷാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ നസീം മുഹമ്മദ് റാഫി സ്ഥിരീകരിച്ചു. ദുബൈയിലെ മാളുകളുടെയും ഷോപ്പിംഗ് സെന്ററുകളുടെയും ചുമതലയുള്ളവർക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക വിജ്ഞാപനം നേരിട്ടയച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും പൊതു ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവർ തമ്മിലുള്ള സാമൂഹിക അകലം പാലിക്കുന്നത് തുടരേണ്ടതുണ്ട്. മീഡിയ 1 ദുബായ്. ബഹ്റൈനിൽ 349 പേർക്ക് കൂടി പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. ഇവരിൽ 161 പേരാണ് പ്രവാസികൾ. 199 പേർക്ക് കൂടി അസുഖം ഭേദമായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2650 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് ഇതിനകം 91,630 പേർക്ക് രോഗവിമുക്തി ലഭിച്ചിട്ടുണ്ട്. ആകെ 353 കോവിഡ് മരണങ്ങളാണ് ബഹ്റൈനിൽ ഇതുവരെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഖത്തറിൽ കോവിഡ് രോഗബാധ മൂലം ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചു. 57 വയസ്സുള്ള വ്യക്തിയുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 246 പുതിയതായി 195 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 155 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നപ്പോൾ 40 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 139 പേർ കൂടി രോഗമുക്തി നേടിയതോടെ നിലവിലുള്ള രോഗികൾ 2767. ഒമാനിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടതിന്റെ 50% പേർ ഇതിനകം വാക്സിനേഷൻ സ്വീകരിച്ചു. ആദ്യ ഡോസ് സ്വീകരിച്ച് വാക്സിനേഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ഒമാൻ ആരോഗ്യമന്ത്രിയാണ്. ഒമാനിൽ കോവിഡ് വാക്സിനേഷന് ഔദ്യോഗിക തുടക്കമായത് ഡിസംബർ 27-നാണ്. ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സൈദി ആദ്യ ഡോസ് സ്വീകരിച്ച് വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്തു. പല ജനങ്ങൾക്കും സാധാരണക്കാർക്കൊക്കെ ഇതിനൊക്കെ വളരെ ഭയപ്പാടും ആശങ്കകളുമുണ്ട്. എന്നാൽ ആശങ്കകൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഒമാനിലെ ആരോഗ്യമന്ത്രി തന്നെ വാക്സിൻ സ്വയം കുത്തിവെച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം നടത്തിയത്. കോവിഡ് വാക്സിന് ഇതുവരെ പാർശ്വഫലങ്ങളൊന്നും ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരോഗ്യപ്രവർത്തകർ, ഗുരുതര രോഗബാധിതർ, 65 വയസ്സിന് മുകളിലുള്ളവർ അടക്കം മുൻഗണനാ പട്ടികയിൽ ഉള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. ഈ ലോകത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു അസുഖമാണ് കൊറോണ എന്ന് പറയുന്നത്. അതിന്റെ വാക്സിൻ ഈ ഒമാനിൽ എത്തിയെന്ന് പറയുന്നത് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് തന്നെ അതിന്റെ കുത്തിവയ്പ്പ് എടുക്കാൻ മടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒമാൻ ഹെൽത്ത് മന്ത്രി തന്നെ അത് എടുത്ത് അദ്ദേഹം മാതൃക കാട്ടിയിട്ടുണ്ട്. ഒമാനിൽ മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് വാക്സിനേഷൻ സൌജന്യമാണ്. ഒമാനിൽ ഇതുവരെ 14,005 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടതിന്റെ 50% പേർ ഇതിനകം വാക്സിനേഷൻ സ്വീകരിച്ചു. മീഡിയ 1 മസ്കത്ത്. പ്രവാസികൾക്കും വിദേശത്തുമുള്ള കുടുംബാംഗങ്ങൾക്കും നോർക്ക റൂട്ട്സ് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്നാണ് പദ്ധതിയുടെ പേര്. ഒരു വർഷത്തേക്ക് 550 രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്കും അവരോടൊപ്പം വിദേശത്ത് കഴിയുന്നവർക്കും പരിരക്ഷ ലഭിക്കുന്നതാണ് പദ്ധതി. ഒരു വർഷത്തേക്ക് 550 രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കും. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. നോർക്ക റൂട്ട്സിന്റെ www.norcaroots.org എന്ന വെബ്സൈറ്റിലെ സർവീസ് വിഭാഗത്തിൽ പ്രവാസി ID കാർഡ് സെക്ഷനിൽ നിന്നും ഈ പദ്ധതിയിൽ ഓൺലൈനായി ചേരാം. ഫീസും ഓൺലൈനായി തന്നെ അടയ്ക്കാം. പ്രവാസി സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ആരോഗ്യ സംരക്ഷണമെന്നും അത് കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. വിദേശ ജീവനക്കാരുടെയോ കുടുംബാംഗങ്ങളുടെയോ പാസ്പോർട്ടുകൾ പിടിച്ചുവെക്കുന്നത് നിയമലംഘനമാണെന്ന് സൌദി തൊഴിൽ മന്ത്രാലയം. പാസ്പോർട്ട് തൊഴിലുടമകൾ കയ്യിൽ വെക്കുന്നതായി പരാതി ലഭിച്ചാൽ 5000 റിയാൽ പിഴ ഈടാക്കും. പരാതികളുയർന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ തൊഴിലുടമകൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് സൗദിയിലെ നിയമമനുസരിച്ച് തെറ്റാണ്. ഇതിന് 5000 റിയാൽ പിഴ ലഭിക്കും. പരാതികൾ വീണ്ടും ഉയർന്നതോടെയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ നിശ്ചിത സാഹചര്യങ്ങളിൽ മാത്രമേ തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ തൊഴിലുടമക്ക് സൂക്ഷിക്കാനാകൂ. ഇതിനും തൊഴിലാളിയുടെ രേഖാമൂലമുള്ള അനുമതി വാങ്ങിയിരിക്കണം. നഷ്ടപ്പെടുകയോ കേടായി പോകുമെന്നോ തൊഴിലാളിക്ക് ഭീതിയുണ്ടെങ്കിൽ പാസ്പോർട്ട് തൊഴിലുടമയിൽ ഏൽപ്പിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ പോലും തൊഴിലാളി ആവശ്യപ്പെട്ടാലുടൻ പാസ്പോർട്ടുകൾ കൈമാറിയിരിക്കണം. നിർബന്ധമായി പാസ്പോർട്ട് പിടിച്ചുവെച്ചാൽ തൊഴിലാളിക്ക് തൊഴിൽ മന്ത്രാലയത്തിൽ പരാതി നൽകാനുമാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1 റിയാദ്. നാട്ടിൽ നിന്ന് സൌദിയിലേക്ക് പോകാനെത്തി UAEയിൽ കുടുങ്ങിപ്പോയ 100 കണക്കിന് പ്രവാസികളെ സൌജന്യമായി ബസ്സിൽ സൌദിയിലെത്തിക്കും. ദിവസങ്ങളായി UAEയിൽ അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞിരുന്ന സൌദി പ്രവാസികളുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി റിയാദിലേക്ക് തിരിച്ചു.
14 ദിവസം UAE-ൽ ക്വാറന്റൈനിൽ കഴിഞ്ഞ് സൗദിയിലേക്ക് പോകാൻ നാട്ടിൽ നിന്നെത്തിയവരാണ് അതിർത്തി അടച്ചതോടെ UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ കുടുങ്ങിയത്. 16 ദിവസത്തെ പാക്കേജ് കഴിഞ്ഞപ്പോൾ താമസവും ഭക്ഷണവും അവതാളത്തിലായി. ഇവരുടെ സംരക്ഷണം പിന്നീട് KMCC, ICF തുടങ്ങിയ സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. രണ്ടാഴ്ചയോളമായി ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് 25-ാം തീയതിയാണ് ഈ ക്യാമ്പ് തുടങ്ങിയത്. അതിനുശേഷം ഇവിടെയുള്ള മുഴുവൻ യാത്രക്കാർക്കും 3 നേരത്തെ ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. വിമാന ടിക്കറ്റിന് നിരക്ക് കൂടിയതോടെ ഇവരെ ബസ്സിൽ സൗജന്യമായി സൗദിയിലെത്തിക്കാൻ KMCC തീരുമാനിച്ചു. 200 ഓരോ ആളുകളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എത്തി. അതാണ് ഉണ്ടായത് അവസാനം. പക്ഷേ അപ്പോഴാണ് നേരത്തെ സൂപ്പി സാഹിബ് സൂചിപ്പിച്ച പോലെ അജ്മാനിലെ നല്ലവരായ ഇവിടുത്തെ ബിസിനസ് ആളുകൾ അത് അവർ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ് എന്ന സന്തോഷകരമായ വിവരം ഞങ്ങൾ അറിയിച്ചത്. 26 പേരുടെ ആദ്യ സംഘമാണ് ഇന്നലെ രാത്രി റിയാദിലേക്ക് തിരിച്ചത്. 60 ആളുകളെ ബസ്സാണ്. അതിൽ 30 ആളെ അലോഡ് ഉള്ളൂ. പക്ഷേ 27 ആളുകളെ ഇപ്പോൾ ഈ ബസ്സിൽ പോകുന്നുള്ളൂ. ഫസ്റ്റ് ബസ് പോകുന്നത് റിയാദിലേക്കാണ്. ഇനിയുടെ ബാക്കിയുള്ള ഏകദേശം 210 യാത്രക്കാരിനി ബാക്കിയുണ്ട്. ഇവരെല്ലാവരും തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പ്രതിസന്ധി കാലത്ത് തണലൊരുക്കിയവർക്ക് മടങ്ങുന്നവർ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കടപ്പാട് അവരോട് തീർത്താൽ തീരില്ല. കാരണം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭക്ഷണവും വെള്ളവും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവരുടെ ജോലി കഴിഞ്ഞ് അവരുടെ റെസ്റ്റ് സമയത്ത് പോലും ഞങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന KMCC നേതാക്കളോട് ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ, പുത്തൂർ റഹ്മാൻ തുടങ്ങിയ നേതാക്കൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നിറഞ്ഞ പ്രാർത്ഥനകളോടെയാണ് ആദ്യ സംഘത്തെ UAE-യിലെ സഹജീവികൾ യാത്രയാക്കിയത്. ക്യാമ്പിൽ ബാക്കിയുള്ളവർ അടുത്ത ദിവസങ്ങളിൽ സൗദിയുടെ വിവിധ നഗരങ്ങളിലേക്ക് പുറപ്പെടും. അജ്മാനിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1. സൗദിയിലേക്ക് എത്താനായി പുറപ്പെട്ട് UAE-യിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് KMCC ഒരുക്കിയ സൗജന്യ ബസ് റിയാദിലെത്തി. അജ്മാൻ KMCC-ക്ക് കീഴിൽ യാത്ര പുറപ്പെട്ട 27 പേരാണ് ഇന്നെത്തിയത്. റിയാദിലെത്തിയ യാത്രക്കാർക്ക് KMCC-യുടെ കീഴിൽ ഭക്ഷണ വിതരണവും സ്വീകരണവും നൽകി. ജനിതകമാറ്റം സംഭവിച്ച കോവിഡിന്റെ ഭീതിയെ തുടർന്ന് സൗദി അതിർത്തി അടച്ചിരുന്നു. 2 ആഴ്ച അടച്ചിട്ടതോടെ സാധാരണക്കാരായ പ്രവാസികൾ UAE-യിൽ പെട്ടു. അജ്മാൻ KMCC-ക്ക് കീഴിൽ 300ഓളം വരുന്ന സൗദി പ്രവാസികൾക്ക് ആശ്രയമൊരുക്കി. ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം പുറപ്പെട്ട ആദ്യ ബസ്സാണ് സൗദിയിലെ റിയാദിലെത്തിയത്. റിയാദ് സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ ഇവരെ സ്വീകരിച്ചു. അസീസിയ ബസ് സ്റ്റേഷനടുത്ത് ഇവർക്ക് ഭക്ഷണവും നൽകി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ട പ്രവാസികൾ നമ്മുടെ വിവിധ KMCC-യുടെ സെൻട്രൽ കമ്മിറ്റികൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ KMCC UAE നാഷണൽ കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ സാഹിബും അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറി അൻവർ നഹ സാഹിബും അതേപോലെ ട്രഷറർ നിസാർ തലങ്കരയും അക്കാര്യത്തിൽ വളരെ ദ്രുതഗതിയിലുള്ള നടപടികൾ എടുക്കുകയും അന്ന് തന്നെ അവർ അജ്മാനിൽ ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും യാത്രക്കാരെ സ്വീകരിക്കാൻ റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ CP മുസ്തഫ, മുജീബ് ഉപ്പട, ഷംസു പെരുമ്പട്ട, സഫീർ തിരൂർ, നൌഫൽ താനൂർ, അലി അക്ബർ എന്നിവർ നേതൃത്വം നൽകി. യാത്രക്കാരായ ആളുകളിൽ സൗദിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനുള്ളവരുണ്ടായിരുന്നു. ഇവർക്കും KMCC ആവശ്യമായ സേവനങ്ങൾ നൽകി. വരും ദിനങ്ങളിൽ ബാക്കിയുള്ള ബസ്സുകളെത്തും. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. രാജ്യത്ത് വിദേശികളെ മാനേജർമാരായി നിയമിക്കുന്നതിനുള്ള വിലക്ക് സൗദി നീതിന്യായ മന്ത്രാലയം നീക്കി. ഇനി മുതൽ സൗദി പൌരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഏത് കമ്പനികളിലും വിദേശികളെ മാനേജർമാരായി നിയമിക്കാം. പ്രവാസി നിക്ഷേപകർക്കും യോഗ്യരായവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് തീരുമാനം. സൗദിയിലെ നിയമമനുസരിച്ച് കമ്പനികളിൽ വിദേശികളെ മാനേജർമാരായി നിയമിക്കാൻ പാടില്ലായിരുന്നു. ഇത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നിലനിന്നതാണ് കാരണം. ഹിജ്റ 1426 പ്രഖ്യാപിച്ച മന്ത്രിതല തീരുമാനത്തിന്റെ 2ാം ഖണ്ഡികയിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഈ ഖണ്ഡിക ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടാണ് നീതിന്യായ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ഇനി മുതൽ സൗദി പൌരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഏതു കമ്പനികളിലും മാനേജർമാരായും ഡയറക്ടർമാരായും വിദേശികളെ നിയമിക്കാം. ഇതനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നീതിന്യായ മന്ത്രി ഡോക്ടർ വലീദ് അൽ സൊംആനി പുറത്തിറക്കി. സൗദി കമ്പനി മാനേജർമാരായി വിദേശികളെ നിയമിക്കുന്നത് നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് കണക്കാക്കി ഉത്തരവ് നടപ്പാക്കാൻ വാണിജ്യ മന്ത്രിയിൽ നിന്ന് നീതിന്യായ മന്ത്രാലയത്തിന് അടിയന്തര സന്ദേശം ലഭിച്ചതായി
സർക്കുലറിൽ നീതിന്യായ മന്ത്രി അറിയിച്ചു. അഫ്തബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഇന്ത്യ ഒമാൻ ബന്ധം സുദൃഢമാക്കിയ മുൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസിന്റെ സ്മരണയ്ക്കായി ഓർമ്മ പുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല. പുസ്തകത്തിന്റെ പ്രകാശനം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി KT ജലീൽ നിർവഹിച്ചു. ഒമാൻ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് അന്തരിച്ചിട്ട് ജനുവരി 10 ഒരു വർഷം തികയുകയാണ്. ഇതോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി കാലിക്കറ്റ് സർവകലാശാല പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. സുൽത്താന്റെ മരണത്തോടനുബന്ധിച്ച് വിവിധ ഇന്ത്യൻ ഭാഷകളിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ, എഡിറ്റോറിയലുകൾ, ഫീച്ചറുകൾ എന്നിവയുടെ അറബിയിലേക്കുള്ള വിവർത്തനം ഉൾക്കൊള്ളിച്ചാണ് ഓർമ്മ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചെയർമാൻ ഡോക്ടർ AB മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിൽ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അധ്യാപകരായ ഡോക്ടർ മുഹമ്മദ് റിയാസും ഡോക്ടർ സൈനുൽ ആബിദും ചേർന്നാണ്. ഭരണപരിഷ്കാരങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന വ്യക്തിത്വമാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് എന്ന് മന്ത്രി KT ജലീൽ അഭിപ്രായപ്പെട്ടു. മന്ത്രി KT ജലീൽ തന്നെയാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത്. സുൽത്താൻ ഖാബൂസ് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത്. അല്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ലോകത്തിന്റെ ചരിത്രത്തിലെ മറ്റു പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളെപ്പോലെ ദുർബലമാകുന്ന സമയത്ത്, പ്രായമാകുന്ന ഘട്ടത്തിൽ അധികാരത്തിൽ നിന്ന് എടുത്തെറിയപ്പെടുമായിരുന്നു. അത്തരമൊരു സ്ഥിതി സുൽത്താൻ ഖാബൂസിന് വരാതെ പോയത് അദ്ദേഹം ആ നാടിനെ അത്ര കണ്ട് സ്നേഹിച്ചതുകൊണ്ടും ഇന്ന് ഒമാൻ എന്താണോ ആ നിലയിലേക്ക് ഒമാനിനെ വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുള്ളതുകൊണ്ടുമാണ്. വ്യവസായ പ്രമുഖൻ ഗഫാർ P. മുഹമ്മദ് അലിയും ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. When His Majesty Sultan Qaboos took the office, first he focused the little revenue what he was getting from the oil from 70 to 73. First, the priority was to invest in education. Now, as on last year, there was 1,400 higher secondary school and there are 600,000 students. അറബ് ലോകത്തെ പ്രമുഖരും പുസ്തകത്തിൽ ലേഖനമെഴുതിയ മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ നേരിട്ടും ഓൺലൈൻ വഴിയും പങ്കെടുത്തു. മീഡിയ 1, കൊച്ചി. ഇന്നത്തെ കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 19 രൂപ 54 പൈസ, UAE ദിർഹം 19 രൂപ 97 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 14 പൈസ, ഒമാൻ റിയാൽ 190 രൂപ 50 പൈസ, കുവൈറ്റ് ദിനാർ 241 രൂപ 50 പൈസ, ബഹ്റൈൻ ദിനാർ 194 രൂപ 52 പൈസ. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കാം. കുവൈത്തിൽ നാളെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. UAEയിൽ ശീതക്കാറ്റ് ശക്തമാകും, തണുപ്പും വർദ്ധിക്കും. ഇനി പ്രധാന നഗരങ്ങളിലെ താപനില. ഇടവേള. ഖത്തറിലെ കോവിഡ് കാല സേവനങ്ങൾക്കായി മീഡിയ 1 ഏർപ്പെടുത്തിയ ബ്രേവ് ഹാർട്ട് അവാർഡിൽ പ്രത്യേക പരാമർശം നേടിയ സംഘടനകൾക്കും വ്യക്തികൾക്കുമുള്ള പ്രശസ്തി പത്രം ദോഹയിൽ വെച്ച് സമ്മാനിച്ചു. ഖത്തർ സ്പർശം കൂട്ടായ്മ, സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ സലാം ഒറ്റപ്പാലം, കോവിഡ് ഹോസ്പിറ്റൽ നഴ്സായ നിജാബ് ഷെരീഫ്, കൾച്ചറൽ ഫോറം പ്രവർത്തകൻ സിദ്ദിഖ് അലാവുദ്ദീൻ എന്നിവർ പ്രശസ്തി പത്രം ഏറ്റുവാങ്ങി. ഖത്തറിൽ കോവിഡ് കാലത്ത് ദുരിതബാധിതരായി കുടുങ്ങിക്കിടന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കാൻ അക്ഷീണ പ്രയത്നം നടത്തിയ ഖത്തറിലെ സന്നദ്ധ കൂട്ടായ്മയാണ് ഖത്തർ സ്പർശം. ജാതിമത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കതീതമായി എല്ലാത്തരം പ്രവാസികളുടെയും കൂട്ടായ്മയായ ഖത്തർ സ്പർശം കോവിഡ് കാലത്തെത്തിയ റംസാനിൽ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന ഡ്രൈവർമാർക്കും തൊഴിലാളികൾക്കുമൊക്കെ ഭക്ഷണം എത്തിച്ചു നൽകിയ സേവനം പരക്കെ പ്രശംസിക്കപ്പെട്ടു. ഈ മഹത്തായ സേവനങ്ങളാണ് മീഡിയ 1 മൈക്രോ ഹെൽത്ത് ലാബ് ബ്രേവ് ഹാർട്ട് പുരസ്കാര കമ്മിറ്റിയുടെ പ്രത്യേക പരാമർശത്തിന് ഖത്തർ സ്പർശത്തെ കാരണമാക്കിയത്. ദോഹ CIC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FCC ഡയറക്ടർ ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരിയിൽ നിന്നും ഖത്തർ സ്പർശം ഭാരവാഹികൾ
പ്രശസ്തി പത്രം ഏറ്റുവാങ്ങി. ഖത്തറിൽ മരിക്കുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനായി യത്നിക്കുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുസലാം ഒറ്റപ്പാലവും അവാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക പരാമർശം നേടി. കോവിഡ് കാലത്ത് രോഗബാധിതരായി കഴിഞ്ഞ നിരവധി പേർക്ക് അബ്ദുസലാമിന്റെ പ്രവർത്തനങ്ങൾ സാന്ത്വനമേകി. ഗൾഫ് മാധ്യമം മീഡിയ വൺ ഖത്തർ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ അസ്സർ അലി അബ്ദുസലാം ഒറ്റപ്പാലത്തിനുള്ള പ്രശസ്തി പത്രം സമ്മാനിച്ചു. കോവിഡ് രോഗികൾക്ക് നൽകിയ മികച്ച പരിചരണത്താൽ പ്രവാസി സമൂഹത്തിന്റെ അഭിനന്ദനങ്ങൾ നേടിയ ഖത്തറിലെ അൽഖോർ കോവിഡ് ഹോസ്പിറ്റൽ നഴ്സിംഗ് ഡയറക്ടറായിരുന്ന മലയാളി നിജാബ് ഷരീഫും അവാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക പരാമർശത്തിന് കാരണമായി. മീഡിയ വൺ ഖത്തർ മാർക്കറ്റിംഗ് മാനേജർ നിഷാന്ത് തറമേൽ നിജാബ് ഷരീഫിന് പ്രശസ്തി പത്രം കൈമാറി. ഖത്തറിൽ ഏറ്റവും വലിയ ദുരിതബാധിത മേഖലയായിരുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഖത്തർ കൾച്ചറൽ ഫോറം നടത്തിയ വിവിധ തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സംഘടനാംഗമായ സിദ്ദീഖ് അലാവുദ്ദീനായിരുന്നു. ഈ മഹത്തായ സേവനം പരിഗണിച്ചാണ് സിദ്ദീഖ് അലാവുദ്ദീനെ അവാർഡ് കമ്മിറ്റി പ്രത്യേക പരാമർശത്തിലൂടെ ആദരിച്ചത്. ഗൾഫ് മാധ്യമം ഖത്തർ അഡ്മിൻ മാർക്കറ്റിംഗ് മാനേജർ RV റഫീഖ് സിദ്ദീഖ് അലാവുദ്ദീനുള്ള പ്രശസ്തി പത്രം സമ്മാനിച്ചു. PC സൈഫുദ്ദീൻ, മീഡിയ വൺ, ദോഹ.